ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈ എന്ന് പറഞ്ഞ പോയാണ് റിട്ടൺ ബൈ വിസ്ലാവ സിംബോസ്ക. പുള്ളിക്കാരി ഒരു പോളിഷ് പോയിട്ടാണ്. നൊബേൽ പ്രൈസ് ഒക്കെ വിൻ ചെയ്തിട്ടുണ്ട്. 1996 നൊബേൽ ലിറ്ററേച്ചർ പുള്ളിക്കാരിക്കായിരുന്നു. സിംബോസ്ക ഫേമസ്ലി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, മൈ പോയംസ് ആർ സ്ട്രിക്ട്ലി നോട്ട് പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആണെന്ന് നിർബന്ധമില്ല. ദേ ആർ മോർ അബൌട്ട് പീപ്പിൾ ആൻഡ് ലൈഫ്. ആൾക്കാരെക്കുറിച്ചും ജീവിതത്തിനെ കുറിച്ചൊക്കെയാണ് പുള്ളിക്കാരി എഴുതുന്നത്. സിംബോസ്കാസ് പോയിട്രി യൂഷ്വലി വിറ്റുണ്ട്, കുറേ തമാശയുണ്ട്, ഐറണിയുണ്ട്, ഭയങ്കര സിമ്പിളാണ്, സിംപ്ലിസിറ്റി ഉണ്ട്. യൂഷ്വലി പുള്ളിക്കാരി ലിറ്റററി ഡിവൈസസ് ഉപയോഗിക്കുന്നത് ഐറണി ഉപയോഗിക്കും, പാരഡോക്സ് ഉപയോഗിക്കും, അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ കുറച്ച് ഫിലോസഫിക്കൽ തീംസ്. പുള്ളിക്കാരി ബേസിക്കലി ഒരു ഫിലോസഫിക്കൽ ആയിട്ട് എഴുതുന്ന ഒരാളാണ്. ആളുടെ ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് ഒരെണ്ണം മോണോലോഗ് ഓഫ് എ ഡോഗ്, പിന്നെ ഒരെണ്ണം പീപ്പിൾ ഓൺ എ ബ്രിഡ്ജ്, പിന്നെ ഒരെണ്ണം നോൺ റിക്വയർഡ് റീഡിങ്. ഈ പോയം ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എസെൻസ് ഓഫ് ഹ്യൂമൻ നേച്ചറാണ് കൂടുതൽ ഇതിൽ പറയുന്നത്. പിന്നെ ഭയങ്കര മാത്തമാറ്റിക്കലാണ് ഈ പോയം, ഫുൾ ഓഫ് നമ്പേഴ്സാണ്. പക്ഷേ മാത്തമാറ്റിക്സ് അല്ല അതിൻ്റെ ടോപ്പിക്ക്, കൂടുതൽ ഫിലോസഫിക്കലായിട്ടാണ് പുള്ളിക്കാരി പറയാൻ ഉദ്ദേശിക്കുന്നത്. 3 സ്റ്റാൻസയുണ്ട്, 3 വലിയ സ്റ്റാൻസയുള്ള ഒരു പോയമാണിത് പൈ എന്ന് പറയുന്നത്. പക്ഷേ പല പല ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ സെലിബ്രേഷൻ ഓഫ് പൈസ് ബ്യൂട്ടി ആൻഡ് കോംപ്ലെക്സിറ്റി, പൈയുടെ ആ ഒരു ഭംഗിയും ആ കോംപ്ലെക്സ് നേച്ചറും. സെക്കൻഡ് സ്റ്റാൻസയിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പൈ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളത്. തേർഡ് സ്റ്റാൻസ കൂടുതലും ഫിലോസഫിക്കലായിട്ടാണ് പുള്ളിക്കാരി പോയിരിക്കുന്നത്. ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ മോഡലിലാണ് നമ്മൾ പോണേന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിന് തൊട്ട് മുന്നേ ഓതറിൻ്റെ ഒരു പേജ് ഉണ്ട്. ഓതറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഓതറിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, ഓതറിന് കിട്ടിയ അവാർഡ്, അതൊക്കെ നമ്മൾ വെറുതെ വായിച്ചു വിടും. അങ്ങനെ ചെയ്യരുത്. ഒബ്ജക്റ്റീവ്സ് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് ഗ്ലോസറി ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും വിടരുത്. ബിക്കോസ് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരും. ജസ്റ്റ് ഗിവിങ് യു എ ഹെഡ്സ് അപ്പ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ദി അഡ്മയറബിൾ നമ്പർ പൈ, ഏറ്റവും ആദ്യം പൈയുടെ ആ ഭംഗിയാണ് പറയുന്നത്. 3.141 അത് പൈയുടെ നമ്പറാണ്. ഓൾ ദ ഫോളോയിങ് ഡിജിറ്റ്സ് ആർ ഓൾസോ ജസ്റ്റ് സ്റ്റാർട്ട്. 592 ബിക്കോസ് ഇറ്റ് നെവർ എൻഡ്സ്. ഒരുപാട് നമ്പേഴ്സ് പറയുന്നുണ്ട് ഇവിടെ. മാത്തമാറ്റിക്കൽ കോൺസ്റ്റൻ്റ് ആണ് ഈ പൈ എന്ന് പറയുന്നത്. ആ പൈയിൽ പറയുന്ന അതേ നമ്പേഴ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് കാൺ ബി ഗ്രാസ്പ്ഡ് എന്ന് പറഞ്ഞാൽ പൈ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. 6535 അറ്റ് എ ഗ്ലാൻസ്, ഒരു ഗ്ലാൻസ് കൊണ്ട് നമുക്ക് പിടികിട്ടില്ല. 89 ബൈ കാൽക്കുലേഷൻ, വെറുതെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് കിട്ടൂല. 79 ത്രൂ ഇമാജിനേഷൻ, ഇമാജിൻ ചെയ്തുകൊണ്ട് കിട്ടൂല. ഓർ ഈവൻ 3238 ഇൻ ജസ്റ്റ്, തമാശയായിട്ട് നോക്കിയാലും മനസ്സിലാവില്ല. ഓർ ബൈ കമ്പാരിസൺ 46 ടു എനിത്തിങ്, വേറെ എന്തെങ്കിലുമായിട്ട് കമ്പയർ ചെയ്താലും പിടികിട്ടൂല. 2643 ഇൻ ദ വേൾഡ്. അങ്ങനെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്പേഴ്സ് വെച്ച് കളിക്കുകയാണ് ഈ പോയിട്ട്. അപ്പോൾ ഓരോ നമ്പർ പറയുമ്പോഴും നമ്മൾ വിചാരിക്കുക ഏതാണ്ടൊക്കെ നമ്പർ പറയാമെന്ന്. അങ്ങനെ അല്ല, പൈയിലുള്ള ഒറിജിനൽ നമ്പേഴ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഭംഗി. അടുത്ത സ്റ്റാൻസ, ദ ലോങ്ങസ്റ്റ് സ്നേക്ക് ഓൺ എർത്ത് എൻഡ്സ് അറ്റ് 30 odd feet. അതായത് ഈ ലോകത്തുള്ള ഏറ്റവും നീളമുള്ള സ്നേക്കിന് തന്നെ 30 feet ആണ് വരുന്നത്. സെയിം ഗോസ് ഫോർ ഫെയറി ടെയിൽ സ്നേക്സ്, സ്റ്റോറീസിലുള്ള സ്നേക്സിനും അതുപോലെ തന്നെയാണ്. ദോ ദേ മേക്ക് ഇറ്റ് എ ലിറ്റിൽ ലോങ്ങർ, അത് സ്റ്റോറി ആയതുകൊണ്ട് കുറച്ചും കൂടെ നീളം കൂടും. ദ കാരവൻ ഓഫ് ഡിജിറ്റ്സ് ദാറ്റ് ഇസ് പൈ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസഷൻ ഓഫ് ഡിജിറ്റ് ആണ് ഈ പൈ എന്ന് പറഞ്ഞാൽ. അത്ര അധികം നമ്പേഴ്സ് ഉണ്ട്. ഡസ് നോട്ട് സ്റ്റോപ്പ് അറ്റ് ദി എഡ്ജ് ഓഫ് ദ പേജ്, അതിനൊരു അവസാനമില്ല, പേജിൻ്റെ എൻഡിൽ അവസാനിക്കുന്നില്ല. ബട്ട് റൺസ് ഓഫ് ദ ടേബിൾ ആൻഡ് ഇൻ ടു ദി എയർ, ടേബിളിൽ നിന്ന് ഇറങ്ങി ഓടി എയറിലേക്ക് പോകും. ഓവർ ദ വാൾ, ചുമരൊക്കെ കടന്നു പോകും. ലീഫ്, ഇലയൊക്കെ കടന്നു പോകും. ബേർഡ്സ് നെസ്റ്റ്, ഒരു ബേർഡിൻ്റെ നെസ്റ്റ് കടന്നു പോകും. ക്ലൗഡ്സ്, മേഘങ്ങളുടെ ഉള്ളിൽ കയറും. സ്ട്രേറ്റ് ഇൻ ടു ദ സ്കൈ വരെ എത്തും. അത്ര അധികം ഉണ്ട് പൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ത്രൂ ഓൾ ദ ബ്ലോട്ടഡ്നെസ് ആൻഡ് ബോട്ടംലെസ്നെസ്, അതായത് എക്സ്പാൻഡ് ചെയ്യാണ് ഈ ഡിജിറ്റ്സ്. അതുപോലെ തന്നെ അതിനൊരു അവസാനം ഇല്ല, എൻഡ്ലെസ് ആണ്, ബോട്ടംലെസ് ആണ്. ലാസ്റ്റ് ആൻസർ, ഓ ഹൗ ഷോർട്ട് ഓൾ ബട്ട് മൗസ് ലൈക്ക് ഇസ് എ കോമെറ്റ്സ് ടെയിൽ. ഒരു കോമെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെയില് ഭയങ്കര ബിഗ് ആണ്, അത് ഭയങ്കര പവർഫുൾ ആണ്. പക്ഷെ പൈ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഹൗ ഫ്രെയിൽ ഇസ് എ റേ ഓഫ് സ്റ്റാർ ലൈറ്റ്, സ്റ്റാറിൻ്റെ ലൈറ്റും അതുപോലെ തന്നെ, പക്ഷെ പൈ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ബെൻഡിങ് ഇൻ എനി ഓൾഡ് സ്പേസ്. മീൻ വൈൽ 2315 319 മൈ ഫോൺ നമ്പർ. അതായത് ഇനി പറയുന്നത് വേറെ കണക്കുകളാണ്. അതായത് ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും സ്പെസിഫിക് ആയിട്ടുള്ളതും ഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്. അതായത് ഫോൺ നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ ഒരു സ്പെസിഫിക് സാധനമാണ്, അത് എൻഡ്ലെസ് ആയിട്ട് പോകുന്നില്ലല്ലോ, അതിനൊരു എൻഡ് ഉണ്ട്. ഷർട്ട് സൈസ്, അതും അതുപോലെ തന്നെ. ദ ഇയർ 1973, അതൊരു ഇയർ ആണ്. 6th floor, അത് എത്രാമത്തെ ഫ്ലോറാന്നുള്ളത്. നമ്പർ ഓഫ് ഇൻഹെബിറ്റൻസ് 65 cents, 65 സെൻറ്റ് എന്ന് പറയുന്നത് പൈസ. ഹിപ്പ് മെഷർമെൻറ്റ് 2 fingers, എ ചെറാഡ് ആൻഡ് എ കോഡ്. അതായത് ചെറാഡ് എന്ന് പറഞ്ഞാൽ ഗെയിം എന്ന് അർത്ഥം. സോ ഈ സാധനങ്ങളൊക്കെ, ഈ മാക്സ് നമ്പേഴ്സൊക്കെ
ആക്ച്വലി സ്പെസിഫിക് ആയിട്ടുള്ള സാധനമാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതിനെ പൈ ആയിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇൻ വിച്ച് വി ഫൈൻഡ് ഹൗ ബ്ലിത്ത് ദ ട്രോസിൽ സിങ്സ്. ട്രോസിൽ എന്ന് പറഞ്ഞ ഒരു ബേർഡാണ്, ഒരു ബേർഡിന്റെ പാട്ട്. ഇതിൻ്റെ അകത്ത് PB ഷെല്ലി എന്ന് പറഞ്ഞൊരു പോയിട്ട് ഓ ടു ദ സ്കൈലാക്ക് എന്ന് പറഞ്ഞൊരു പോയി എഴുതിയിട്ടുണ്ട് ഒരു ബേർഡിനെ കുറിച്ച്. അതിൻ്റെ റെഫറൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് പ്ലീസ് റിമെയിൻ കാം ആൻഡ് ഹെവൻ ആൻഡ് എർത്ത് ഷെൽ പാസ് അവേ. ഹെവൻ ആൻഡ് എർത്ത് ഷെൽ പാസ് അവേ എന്ന് പറയുന്നത് ഒരു ബൈബിൾ വാക്യമാണ്. അതായത് സ്വർഗം കടന്നു പോയാലും എർത്ത് കടന്നു പോയാലും ദൈവം കടന്നു പോവില്ല എന്നുള്ളൊരു വചനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബട്ട് നോട്ട് പൈ, ദാറ്റ് വോണ്ട് ഹാപ്പൻ. അതായത് എന്തൊക്കെ കടന്നു പോയാലും പൈ കടന്നു പോവില്ല. ഇറ്റ് സ്റ്റിൽ ഹാസ് എൻ ഓക്കെ 5, അതിൽ അപ്പോഴും ഒരു 5 ഉണ്ടാവും. ആൻഡ് ക്വയറ്റ് എ ഫൈൻ 8, ഒരു നല്ല 8 ഉണ്ടാവും. ആൻഡ് ഓൾ ബട്ട് ഫൈനൽ 7, അവസാനം ഒരു 7 ഉണ്ടാവും. പ്രോഡിങ് ആൻഡ് പ്രോഡിങ് അപ്ലോഡിങ് ഇറ്റേണിറ്റി, ഭയങ്കര ഇറ്റേണലാണ് പൈ. അത് ഒരു ഒട്ടും സ്പെസിഫിക് അല്ലാത്ത എൻഡ്ലെസ് ആയിട്ടുള്ള ബോട്ടംലെസ് ആയിട്ടുള്ള സംഭവമാണ് പൈ. അതിനെ വേറെ ഒന്നും കൊണ്ട് കമ്പയർ ചെയ്യാനും പറ്റില്ല, കോൺട്രാസ്റ്റ് ചെയ്യാനും പറ്റില്ല. കൺക്ലൂഷൻ, ഈ പോയം നമ്മൾ വായിക്കുമ്പോൾ ഫുൾ ഓഫ് മാത്താണ്, മാത്തമാറ്റിക്സ് ആണ്, ഫുൾ നമ്പർ വെച്ച് കളിക്കുകയാണ്, പ്ലേ ഓഫ് വേർഡ്സ് ആണ്. പക്ഷെ അത് മാത്രമല്ല, ഇതിൽ പൈ എന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് സുപ്രീം പവറിനെയാണ്, ദൈവം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിലും കൂടുതലായിട്ട് ഒരു സുപ്രീം പവറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ സുപ്രീം പവർ പൈ പോലെ തന്നെയാണ്, എൻഡ്ലെസ് ആണ്, ഇറ്റേണൽ ആണ്, ബ്യൂട്ടിഫുൾ ആണ്, കോംപ്ലെക്സ് ആണ്. സോ ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് മേക്സ് ദിസ് പോയം എക്സ്ട്രീംലി മാജിക്കൽ. അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വൈ ഡസ് ദ പോയറ്റ് കോൾ ദ ഡിജിറ്റ്സ് ഇൻ പൈ ആസ് ജസ്റ്റ് എ സ്റ്റാർട്ട്? അതായത് ഫസ്റ്റ് ആൻസർ ആണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പൈ എന്തുകൊണ്ടാണ് ഇത്രയും കോംപ്ലെക്സ് ആവുന്നത്, പൈ എന്തുകൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആവുന്നത്. എക്സ്പ്ലെയിൻ ദ ഫ്രേസ് കാരവൻ ഓഫ് ഡിജിറ്റ്സ്. കാരവൻ എന്ന് പറഞ്ഞാൽ പ്രൊസഷൻ എന്നർത്ഥം. പൈ എന്ന് പറയുന്നത് ഒരു പ്രൊസഷൻ ഓഫ് ഡിജിറ്റ്സ് ആണ്. അതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് ടേബിളിൻ്റെ മേലെ നിന്നും മുകളിലേക്കും ആകാശത്തേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. വേർ ഡു ദ നമ്പേഴ്സ് റൺ ഓഫ് ടു? അതായത് ഈ നമ്പേഴ്സ് എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്, നേരെ ആകാശത്തേക്കാണ്, ക്ലൗഡ് തുളച്ചാണ് പോകുന്നത് എന്നുള്ളത് എഴുതണം. വാട്ട് ഈസ് ദ കമ്പാരിസൺ ഡ്രോൺ വിത്ത് ദ ലോങ്സ്റ്റ് സ്നേക്ക് ഓൺ എർത്ത്? അതായത് പൈന് ഇതിൻ്റെ അകത്ത് സെക്കൻഡ് സ്റ്റാൻസയിൽ സ്നേക്കായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ആ ഏറ്റവും നീളമുള്ള സ്നേക്കിന് തന്നെ 30 feet ആണ്. പക്ഷെ പൈ അതിൻ്റെ ഇരട്ടിയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വൈ ഇസ് ദ കോമറ്റ്സ് ടെയിൽ കോൾ ഷോർട്ട്? സാധാരണ ഒരു കോമറ്റ് ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര ലോങ് ആണ്. പക്ഷെ പൈനെ സംബന്ധിച്ച് പൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ഷോർട്ട് എന്നാണ് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡസ് എ റേ ഓഫ് സൺലൈറ്റ് അപ്പിയർ ഇൻ കമ്പാരിസൺ ടു പൈ? പൈ ആയിട്ട് ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ട്, അത് മുഴുവൻ ഡിസ്ക്രൈബ് ചെയ്യണം. ഹെവൻ ആൻഡ് എർത്ത് ഷെൽ പാസ് അവേ ബട്ട് നോട്ട് പൈ. ഇതൊരു ബൈബിൾ വാക്യമാണ്, ബൈബിൾ വചനമാണ്. സോ അതാണ് ഈ പുള്ളിക്കാരി ഇതിനകത്തേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം അതിനേക്കാളും സ്ട്രെങ്ത് ഉണ്ട് പൈക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡസ് ഓപ്പണിംഗ് ലൈൻ ദി അഡ്മയറബിൾ നമ്പർ പൈ കണക്ട് വിത്ത് ദ ഓവറോൾ ഐഡിയ ഓഫ് ദ പോയം? അതായത് ഇതിൻ്റെ അകത്ത് മാത്സ് മാത്രമല്ല പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്, മാത്തമാറ്റിക്സിൻ്റെ പവർ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സുപ്രീം പവർ നമ്മുടെയൊക്കെ മീതെ ഉണ്ട്, അത് ഇതുപോലെ തന്നെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ് സ്പെസിഫിക് എക്സാമ്പിൾസ് ഫ്രം ദ പോയം ടു എക്സ്പ്ലെയിൻ ദ പോയറ്റ്സ് യൂസ് ഓഫ് ഇമേജറി. അത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ഹിപ്പ് സൈസ്, നമ്മുടെ ഫോൺ നമ്പർ. ആ സ്റ്റാൻസ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഡിസ്ക്രൈബ് ക്വാളിറ്റീസ് ഓഫ് മിസ്റ്റീരിയസ്നെസ് അസോസിയേറ്റഡ് വിത്ത് ദ നമ്പർ പൈ ആസ് ഡിസ്കസ്ഡ് ബൈ ദ പോയറ്റ്. എന്താണ് ഒരു മിസ്റ്ററി ഇതിൽ കാണുന്നതെന്ന് വെച്ചാൽ സൂപ്പർ നാച്ചുറൽ പവറിനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ് ചെയ്തിരിക്കുന്നത്. പൈ പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ദൈവം, പൈനെ പോലെ അത്രയും സ്ട്രെങ്ത് ഉണ്ട്, അത്രയും എൻഡ്ലെസ് ആണ്, അത്രയും ഇറ്റേണൽ ആണ്. Examine in detail the philosophical reflections of Wisława Szymborska about the impact of a number pi on the universe. So ആദ്യം തന്നെ നമ്പറിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് പറയണം, പിന്നെ ദൈവത്തിൻ്റെ. താങ്ക് യു.